ഓടിവാ. ഒന്ന് ഇത്രയധികം മാങ്ങ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ 4 പേരെ കൊണ്ട് എന്തായാലും ഇത് മുഴുവൻ കഴിക്കാൻ പറ്റില്ലെന്ന് അറിയാലോ. ചിലവര് കൊലമേ അതിനൊരു നമ്മൾ 5-8 ഇരട്ടി വെള്ളം ഒഴിക്കും. നമ്മളപ്പത്തും കൊണ്ട് വേഗം വീട്ടിൽ പോവാട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടാ വെളികുട്ടിയെ. അപ്പം നമ്മളിതാ ഈ പറമ്പിലേക്ക് പോന്നു കേട്ടാ. അപ്പം നമ്മുടെ കുക്കമ്പറും അതേപോലെ തന്നെ ഒരു കോളിഫ്ലവറും മുറിച്ചെടുക്കണം. അപ്പം നോക്കി നമ്മുടെ കുക്കമ്പർ ഒരു 4 കുക്കമ്പറാട്ടോ ഞാൻ മുറിച്ചെടുക്കണം. 4 എണ്ണമല്ല, 1 2 3 4 എണ്ണം മതി. കണ്ടോ എന്തൊരു ഭംഗിയ കുക്കമ്പർ. എന്താ ഭംഗി. കണ്ടോ 2 ഞാൻ 3 എണ്ണം പൊട്ടിക്കണുള്ളൂ കേട്ടാ. 3 എണ്ണം ആയിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ പൊട്ടിക്കാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലുണ്ട്, ഇവിടുത്തെ പറമ്പിലുണ്ട്. അപ്പം ഇന്ന് ഈ പറമ്പിൽ നിന്ന് മുറിച്ചെടുക്കാന്ന് വെച്ചു. കാരണം ഇതൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ 1-2 എണ്ണം ആയിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം ഞാനൊന്ന് മുറിക്കണുള്ളൂ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഈ കോളിഫ്ലവർ കൊണ്ടുപോയിട്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കി വെക്കണം. അതിനുശേഷം നമുക്ക് ഈ പറമ്പിലേക്ക് വീണ്ടും വരണട്ടാ. അപ്പോൾ നോക്കിയേ, കാണില്ലേ ഞാനടുത്ത് ഈ കട്ടാ ഈ കൊള്ളിയുടെ മറയില്ലേ. അപ്പം നോക്കിയേ, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി ഇത് കൊണ്ടുപോയിട്ട് കറിയൊക്കെ വെച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ പേലിക്കുട്ടിയില്ലേ, മക്കളൊക്കെ അപ്പം അപ്പുറത്താട്ടാ. ആ സമയത്ത് അവളെ ഇവിടെ എൻ്റെ പിന്നാലങ്ങളൊക്കെ ഇട്ട് നടക്കും. കാരണം അമ്മയും മക്കളും കൂടെ ഒരുമിച്ചായി തീരെ ശരിയാവില്ലേ. മക്കൾ സ്നേഹം കൊണ്ട് പൊതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇങ്ങനെയാണ് ഇവരെ നിർത്തുക. ഇനി ഇവരിങ്ങടെ ആവണ സമയത്ത് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവളെയും കൊണ്ട് അപ്പുറത്തേക്ക് കൂടെ കൊണ്ടു. നീങ്ങാമ്മയുടെ കുട്ടികൾ നീ എത്ര വെള്ളം വെച്ചു കൊടുത്താലും നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഭക്ഷണം കഴിച്ച പാത്രം വെള്ളത്തിൽ നിന്ന് കുറച്ച് നേരം ഇട്ട് വയ്ക്കും. അപ്പോൾ ആ പൈപ്പ് തുറക്കുമ്പോൾ സ്ഥിരം പതിവാട്ടെ ഈ കൂടി നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. ചിലപ്പോഴേ നമ്മൾ കുടിക്കാനുള്ള വെള്ളത്തിൽ ഐസ് ഇട്ട് കൊടുക്കും. ഐസ് എന്നിട്ടാണ്. പക്ഷെ അത് ഇങ്ങനെ കെട്ടണമ്പോൾ അവർക്കൊരു ഇഷ്ടം. അത് ഇനി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ സ്ഥലം ക്ലീൻ ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് നിസ്സാര പണിയല്ല. അവരുടെ സ്ഥലം ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരം പോലെ തന്നെയാണ് ഇവരുടെ ഈ എന്താ പറയുക ഈ വീടും ഇവരുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഒത്തിരി ഏരിയുണ്ട്. അവിടേക്ക് അടിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒന്നാമത് ചവറ് നന്നായിട്ട് കൊഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം പ്ലാവും ബാക്കിയുള്ള വൃക്ഷങ്ങളും ഒക്കെ കൂടി നിൽക്കുന്ന സ്ഥലം. അപ്പം അടിച്ച് വരാൻ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിനേക്കാളൊക്കെ കൂടുതൽ ടൈം വേണം അടിച്ച് വരാൻ വേണ്ടിയിട്ട്. കാരണം ഒന്നാമത് നമ്മൾ ചിരലിട്ടുണ്ട്. ഈ ചിരലത്തെ ചവറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരേണ്ടി വരുമ്പോൾ തന്നെ ഒരു സമയമൊക്കെ പിടിക്കൂട്ടെ. എങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഒരു കുറവ് നമ്മൾ വരുത്താറില്ല. കാരണം അത്ര മാക്സിമം വൃത്തിയിലാണ് നമ്മളവിടെ കൊണ്ടുനടക്കണേ. നമുക്ക് തന്നെ ഏത് സമയത്തും അവരെടുത്ത് പോയി ഇരിക്കാവുന്ന ആ ഒരു വൃത്തിയും ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ദിവസം നമ്മൾ നമ്മുടെ ഓരോ ദിവസത്തെ ടൈം ടേബിളിൽ ദിവസം ഉള്ളൊരു കാര്യം കൂടിയാണ് ഇവരുടെ ഈ ഭാഗം വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. പലരും നമ്മളോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന്. പക്ഷെ നമുക്കതൊക്കെ
വൃത്തിയായിട്ട് എല്ലാം ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൈം ടേബിളാണ്. ഇന്ന സമയത്ത് ഇന്നത്, ഇന്ന ടൈമിൽ ഇന്നത്. ആ ടൈമിൽ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലേ അന്ന് ആ കാര്യം ചെയ്യില്ല. പക്ഷെ ഇവരുടെ ഈ ടൈം ടേബിൾ ഉണ്ടല്ലോ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളിൽ, അതിൽ നമ്മൾ എന്തേലും ഒരു വ്യത്യാസം വന്നാലും ആ ടൈം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവരുടെ നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്യും. കാരണം എന്താണെങ്കിൽ ഒന്നാമത് ഒരു 7 പേരാണ്, ഒരാളോ 2 പേരല്ല. കാരണം എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പിടിപെടാൻ അവർക്ക് പെട്ടെന്ന് ചാൻസാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ആ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കൂട്ടാ. ആർക്ക് കവർ കിട്ടി നോക്കണേ? ഈ കവർ എവിടെ നിന്ന് കിട്ടിയേ? അമ്മയ്ക്ക് തന്നേ കവറ്. കവർ വേണ്ട കേട്ടോ, അത് എവിടെ നിന്ന് കിട്ടിയപ്പോ? അമ്മയുടെ കുട്ടികളോടെ കളിക്ക്, ഞാൻ ആ ചവർക്കും പോയി വരട്ടെ. കവർ വേണ്ട, അല്ല കവർ വേണ്ട, കവർ ഞാൻ എടുത്ത് വെച്ചു. നീക്ക്. ഇവിടെ ഇരിക്കട്ടെ ഏട്ടാ, ഞാൻ വരുന്നവരെ. നീ ഇങ്ങടെ പൊന്നമ്മനെ കടത്തിടാ. മെസ്സിക്കുട്ടിൻ്റെ കുളി കഴിഞ്ഞിറങ്ങിയേ. കഴിഞ്ഞ് അടിച്ചു വരല് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത പരിപാടി? ഇത് കൊണ്ട് കളഞ്ഞിട്ട് വരാം കേട്ടാ. എന്നിട്ട് നമുക്ക് അടുത്തത് അല്ലേ മെസ്സിക്കുട്ടാ? മെസ്സിക്കുട്ടനില്ല, ഇത് കോഴിക്കൊക്കെ ഉണ്ട്. ഇതാ മുട്ടയിട്ട് തുടങ്ങി. മുട്ട എടുക്കണ്ട നമുക്ക് ഇന്ന്. നല്ല വെള്ളം പോയി കുടിക്കടാ പ്ലാറ്റിന് മോനെ. നോക്കി ബോൾട്ടുമ്പോ വെള്ളം കുടിക്കണ നല്ലത്, അതേപോലെ കുടിച്ചേ. സിന്ദരോ മണ്ടോണമനെ. ഇവരുടെ റൂം ക്ലീൻ ആക്കാൻ പോവാട്ടാ. അപ്പൊ ഈ തുടക്കണ തുണി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ തുടങ്ങും. ദൈവം ഇതങ്ങോട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോലും ഇങ്ങോട്ട് താടച്ചക്ക. ഇത് പല്ലു കോർത്ത് പിടിച്ചാലേ ഒരു രക്ഷയില്ല. നിനക്ക് അതിന്റെ കൈമേ ഗ്ലൗസ് ഇടണ വരെ
നീ കൊണ്ടുപോയി എന്നാൽ പിന്നെ എടുക്ക്. കൊണ്ടുപോയി എല്ലാവരും വേഗം പോയി തുടച്ചേ, കാണട്ടെ. നല്ല കുട്ടികളായിട്ട് തുടക്കിട്ടാ. ചെല്ലേ തുടക്കി. എൻ്റെ കുട്ടപ്പായികളെ വിടടാ. വാ നമുക്ക് തുടയ്ക്കാൻ പോവാം. വാ. എൻ്റെ സുന്ദര എന്ത് പുറ്റോ നെയ്മർക്കുട്ടെ. ഇപ്പം എല്ലാവർക്കും ഇപ്പം ഇതിനുള്ളില് ഇത് സ്ഥിരം പതിവാട്ടാ. ഇവരെ ഈ റെസ്റ്റിംഗ് റൂമിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരാണ് ഇവിടുത്തെ വലിയ ആൾക്കാർ. ആ ചാക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, രാത്രി കിടക്കണ. ചാക്കൊന്ന് കയറി പൊളിക്കിരിക്കോ? അവിടെ കടന്നേ. ഇവ ഇവിടെ നിന്നാലേ ഏറ്റൊരു പണി നടക്കില്ല. വാ വായോ, പോവാ വായോ. റൊണാൾഡോ വാടാ. വൃത്തിയാക്കിയാ കല്യാണി അവന് വീട്ട് കല്യാണി. വാ വായോ പോവാ നമുക്ക്. ഓടാ വാ. ഓടി വാ എല്ലാവരും വാ. ഓടി വാ ഓടി വാ മണ്ടണ വാ. ഓടി വാ. ഇവരവിടെ ആക്കിയില്ലെങ്കിലേ എൻ്റെ അവിടുത്തെ ഒരു പണി നടക്കില്ല. നമ്മളിങ്ങനെ സെക്ഷനായിട്ട് തിരിച്ചാൽ കാരണം ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് കേട്ടാ. ഇനി ഇവിടെ ക്ലീൻ ആക്കിയിട്ട് അവരവിടെ ആക്കുള്ളൂ. കഴിഞ്ഞു കേട്ടോ. പണികൾ കഴിഞ്ഞു കേട്ടാ. റൂമൊക്കെ നല്ല ക്ലീനാക്കി. വാ കടത്തമ്മേനെ കടത്ത്. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ റെസ്റ്റിംഗ് റൂമാണിത്. അപ്പോൾ ദാ ആ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മൾ കുളിക്കുക, ഭക്ഷണം കഴിക്കുക. വെയിൽ നോക്കണമൊന്നുമില്ല. അവിടുത്തെ പറമ്പിലേക്ക് പോകണം നമുക്ക്. പിന്നെ കോഴികൾ മുട്ടയിട്ടിട്ടുണ്ടാവും. ആ മുട്ടയും പറക്കി കയറാം. നമുക്ക് മുട്ട പറക്കണ്ടേ? പാത്രം എടുക്കട്ടെ കേട്ടാ. മുട്ട പറക്കാൻ പോവാ. മുട്ട പറക്കാൻ പോവാ നമുക്ക്. അയ്യോ മുട്ട പറക്കാൻ നമുക്ക്. കിടക്കല്ലേ ഏട്ടാ. ഇതായത് നമുക്ക് മുട്ട പുഴുങ്ങി കഴിക്കണല്ലേ. മുട്ട പുഴുങ്ങി വൈകുന്നേരം ബുൾസയും ഒക്കെ ആയിട്ട് കഴിക്കണം കേട്ടാ. വാ നമുക്ക് വൈകുന്നേരം ബുൾസൈ ഉണ്ടാക്കണം കേട്ടാ. വൈകുന്നേരം ആകുമ്പോൾ ബുൾസൈ ഉണ്ടാക്കിയാൽ കേട്ടാ. അപ്പോൾ മുട്ട കൂടുതൽ താത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും എടുത്തുകൊണ്ട് പോവും. അങ്ങനെ വലിയ കുറുമ്പൊന്നുമില്ല കേട്ടോ. അവർക്ക് അറിയാമല്ലോ ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണത്തിനോടുള്ള കുറേ ആർത്തി അതൊന്നുമില്ല അവർക്ക്. ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ വരും എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടാ. അപ്പം നമ്മളിതാ മാങ്ങ പൊട്ടിക്കാൻ പോവാട്ടെ. ആയിട്ടുണ്ട് ആ പറമ്പിൽ. വെയിലൊക്കെ ആയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ മാവ് നിൽക്കണോടത്ത് ഇത്തിരി തണലൊക്കെ ഉണ്ടേ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോട്ടാ. തോട്ടിയേ ചെരിഞ്ഞ് പോവാണേ. കണ്ടോ നമ്മൾ ഇവിടുത്തെ പറമ്പിലെത്തിയപ്പോൾ
ഇത്തിരി തണലൊക്കെ ഉണ്ട്, പൊട്ടിക്കാൻ കുഴപ്പമില്ല. ഷൈഡാ ഞാൻ എത്തി. അപ്പൊ ഇന്ന് മോനാണ് കേട്ടോ ക്യാമറ പിടിച്ചു തരണേ. ഇടയിൽ കുറച്ച് തന്നെ പിടിച്ചു തരും, പിന്നെ അപ്ലിക്കാൻ ക്ലാസ്സിൽ പറയുമ്പോൾ പോവും. അപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പോൾ സ്ഥിരം എന്ന് പറയുന്ന പോലെ നമ്മൾ മാങ്ങ പൊട്ടിക്കണ്ടിട്ടാ. കാരണം അത്ര അധികം മാങ്ങ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഈ അതായത് 1 2 3 4 മാവാണുള്ളത്. 4 മാവ് നന്നായിട്ട് മാങ്ങിണ്ട് നമുക്ക്. അപ്പോൾ ഇപ്പോൾ ദിവസം മാങ്ങ പൊട്ടിക്കുകയാണ്. ഇന്നും അതേപോലെ തന്നെ മാങ്ങ പൊട്ടിക്കണം. നമുക്ക് ദിവസം വീടില്ലാതെ തന്നെ എല്ലാ ദിവസത്തെ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാൻ പറ്റൂല. പിന്നെ അത് മാത്രമല്ല, എല്ലാ ദിവസവും ഈ സ്ഥിരം നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നും പൊട്ടിക്കാനുണ്ടാവും. അപ്പോൾ അത് പൊട്ടിക്കും. പിന്നെ ഇവരെ ഇടയിൽ വന്ന് ഇവർക്കുള്ള ഇപ്പോൾ ഷായത്തെ സംബന്ധിച്ച് ഓരോ ചെടികൾ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കടയിലേക്ക് മണ്ണിടുക, പുല്ലുണ്ടെങ്കിൽ പുല്ല് ചെത്തുക, എനിക്കായാലും വെച്ചതിൻ്റെ ഇടയിലത്തെ എൻ്റെ കുഞ്ഞു കൈക്കോട്ട് ഉപയോഗിച്ച് അത് ചെത്തുക. അങ്ങനെ പിന്നെ അവർക്ക് അത്യാവശ്യം എപ്പോഴും ചെടികൾ നീക്കി ഇലയുടെ അടിയിൽ നോക്കുക, വല്ല കീടങ്ങൾ വരുന്നുണ്ടോ, കേടുകൾ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ മാത്രമാണ്. അതുപോലെ നമ്മുടെ കവച് തളിച്ച് കൊടുക്കുക, ഇതൊക്കെയാണ് സ്ഥിരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് ആഴ്ചയിൽ 2 വീഡിയോ നല്ലത്, അല്ലെങ്കിൽ എല്ലാവർക്കും കാണുന്നവർക്കും മടുക്കും. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തോട്ടി അല്ലേ ഷൈട്ടാ, ഈ തോട്ടി എപ്പോഴും ചോദിക്കില്ല, എല്ലാവരും ചോദിക്കും. ഇത് നല്ലൊരു ബെസ്റ്റ് തോട്ടിയാണ്. ഇതിന് എന്താ പറയാ, നമ്മൾ അന്ന് വാങ്ങിയിട്ടുള്ളത് തൃശ്ശൂർ അഗ്രോബസാറിൽ. 3 തരമാണ് ഇതിനുള്ളത്. അതായത് നമുക്ക് നെറ്റ് മാങ്ങ പൊട്ടിക്കാൻ, പിന്നെ ഇപ്പോൾ ചക്കൊക്കെ ഇടുകയാണെങ്കിൽ അരിവാള്, പിന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ കുളത്തിലാണെങ്കിൽ വെറുതെ ഒരു കമ്പി പോലത്തെ വളഞ്ഞിട്ട്, അങ്ങനെ ബെസ്റ്റ് എന്താ പറയാ. പിന്നെ അത്ര വെയിറ്റും ഇല്ല, ആർക്കും എടുത്താക്കാവുന്നുള്ളൂ. അലുമിനിയത്തിൻ്റെ ആണ് അല്ലേ ചേട്ടാ. അങ്ങനെ വേണ്ട, ഇത് ഒരു വിരലുകൊണ്ട് പിടിച്ചാൽ എത്ര കിലക്കാനുള്ളോ. വേളിക്കുട്ടി കാണാണ്ട് വന്നത് നല്ല വെയിലല്ലേ. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഇവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കാനൊന്നും ഇഷ്ടമില്ല കേട്ടോ. പണ്ട് വന്നാൽ ഞങ്ങൾ പോണ വരെ ഇങ്ങനെ കിടന്നുറങ്ങും. ഇപ്പം വെയിലിൻ്റെ ചൂടല്ലേ. അപ്പോൾ അവള് പറയാം, അതെ ഞാൻ അവർക്ക് വട്ടാണ്, എനിക്ക് ഈ വട്ടൊന്നുമില്ല എന്നുള്ള പറയാണ്. വേളിക്കുട്ടി നേരെ വീട്ടിൽ പോകും, കുറച്ച് നേരം ഓടി വരും, കുറച്ച് നേരം അന്വേഷിക്കും, പിന്നെ വീട്ടിൽ പോകും. അങ്ങനെയായിട്ട് അവള് നിൽക്കണേ. അതല്ല പറമ്പിലേക്ക് ആകെ ഓടി വന്ന് അന്വേഷിക്കൂട്ടെ. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണാണ്ട് പതുക്കെ പോകുന്നത്. എന്നിട്ട് പോലും കണ്ടു അവള് പോയിട്ട് പറമ്പിൻ്റെ ഓരോ ഭാഗം അന്വേഷിക്കണേ കണ്ടോ. ഇങ്ങനെ കിടന്ന് എല്ലായിടത്തും അന്വേഷിക്കും അവൾക്ക്. അത് കഴിഞ്ഞാൽ അവൾക്ക് സമാധാനം കേട്ടാ. ഇത് ഇവള് നോക്കാൻ കാരണമുണ്ട് കേട്ടാ. ആദ്യം ഒരു പാമ്പിനെ കണ്ടത് എവിടെയാണ്, അതന്നെ. അപ്പൊ അതിനുശേഷം ആള് വന്ന് ഓടി വരാ ആദ്യം അവിടേക്കാ. നോക്കെ എങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരും. പിന്നെ നോക്കിയേ, നിറച്ച് മാങ്ങാട്ടാ നമ്മുടെ ഈ മാവുമ്മേ. ഇത് പറഞ്ഞ മൂവാണ്ടനാട്ടാ. ഇപ്പൊ കണ്ടോ മാങ്ങ, അതോ എന്താ പറയാ, ഒക്കെ നല്ല പാകമുള്ളൊരു ടൈമാണ് ഇപ്പോൾ. ഇത് മാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലെത്തിയുള്ളോട്ടാ. നമ്മൾ ഒരു സൈഡിലെത്താന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യമായി ഇപ്പോൾ പൊട്ടിക്കുന്നത്. അത്രയ്ക്കധികം മാങ്ങയാ ശരിക്കും. അത് നമുക്ക് കണ്ടോ ക്യാമറയിൽ കാണാൻ പറ്റില്ല. കണ്ടോ കുറെയൊക്കെ കൈ എത്ര കൊടുത്ത അത്രയും താഴ്ചയിലാണ് നമ്മുടെ മാങ്ങ നിക്കണേ. അതേപോലെ ഏറ്റവും നിറയൊലിക്കും മുകളിലൊക്കെ നിറച്ചാ ശരിക്കും കാണാവോ. ക്യാമറയിൽ കാണാൻ ബുദ്ധിമുട്ടാവില്ലേ ചിലപ്പോ. കാണായില്ല, നമുക്ക് നോക്കുമ്പോ കാണാണ്ടുണ്ടാവും, കാണും. അപ്പൊ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടി മാറി മാറി നിന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചോണേ. കാരണം ഇന്നല്ലാട്ടെ ഇന്ന് അങ്ങനെ തന്നെയാണ്. കുറച്ചു നേരം ഷൈഡും പൊട്ടിക്കും, പിന്നെ ഞാൻ കുറച്ചു നേരം പൊട്ടിക്കും. അങ്ങനെ പേളിക്കുട്ടി കിടന്നോ, ഇത് കുറേ സമയം പിടിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പൊക്കോ പേളിക്കുട്ടി. കണ്ടോ ശരിക്കും നമുക്ക് ഭയങ്കര സിമ്പിളാട്ടാ. ഇപ്പൊ ഇതിൽ നമ്മൾ എത്ര മാങ്ങ കൊണ്ടുണ്ടാവും ചേട്ടാ? എത്ര മാങ്ങ പൊട്ടിച്ചിട്ട് എണ്ണാറില്ല കേട്ടാ. ഇന്ന് വേണ്ടി വെറുതെ എണ്ണാം. 2, 4, 6, 8, 10, 15 മാങ്ങ പൊട്ടിക്കാൻ കൂട്ടാ. അതന്നെ വെയിറ്റ് താങ്ങണ്ടല്ലോ. ഞാൻ കൊട്ടെടുക്കട്ടെ ചേട്ടാ. ചേട്ടാ ഒരു കൊട്ട മാങ്ങ ആവുമ്പോ അർബാനയിൽ കൊണ്ടുവിടാം.
ചില ഒരു കൊലമേ 6 എണ്ണയൊക്കെ നിൽക്കണത്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ 2-3 അതിലേക്ക് വരും, 1-2 എണ്ണം താഴെ വരും. ചില്ലകൾ നിൽക്കുന്നുണ്ട് എങ്ങനെയായി അപ്പോൾ തടഞ്ഞു വരുന്നത്. ഇത് നിറഞ്ഞു ഷേഡേ, അത് കൊണ്ടിട്ടെ എന്താ അതുകൂടി ഉണ്ടാ 2 നേരെ ആകുമ്പോഴേ ശരിക്കും ഇത് നിറഞ്ഞു വീഴുക. ചേട്ടാ ഇനി കുറച്ചായിട്ട് ഞാൻ പൊട്ടിക്കാം. അയ്യോ, എന്തേലും ഇങ്ങനെ കുത്തി കുത്തി പൊട്ടിക്കുമ്പോഴേ നമുക്ക് എന്തേലും കൈക്ക് കുഴപ്പം വരും. ഞാൻ പൊട്ടിക്കാം. ഇവിടുന്ന് പൊട്ടിച്ചോ? അവിടുത്തെ മതല്ലേ. നല്ല ലോടാ, നല്ല ലോഡാ. അല്ല പിന്നെ എനിക്ക് തോന്നണേ ഒരു 2 കിലോനേക്കാളും കൂടുതൽ വിടുന്നോന്നുണ്ട്. അപ്പൊ വെയിറ്റ് ഉണ്ട്. അയ്യോ, പിന്നെന്തിട്ട് കുഴപ്പമെന്നറിയോ, നമ്മൾ സൂര്യനെ നമ്മുടെ മുഖത്തിക്കുക. അപ്പം അങ്ങോട്ടിരിക്കുമ്പോൾ കണ്ണിലേക്ക് വലുതടിക്കുക. അയ്യോ, നിലത്ത് വിടാണ്ട് പൊട്ടിക്കാനാണ് നമ്മൾ പൊട്ടിക്കുന്നത്. പക്ഷെ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് താഴെ വീഴുന്നുണ്ട്. ഈ ഒരു സമയത്തില്ല, നല്ല ചെനച്ച ഭാഗം നല്ല രസമാട്ടാ. അതിങ്ങനെ അമ്മിയമ്മ കുത്തിയിട്ടേ ഇത്തിരി മുളക് പൊടി, ഇത്തിരി ഉപ്പും പൊടി, ഒരു തുണ്ട് പഞ്ചസാര, മാങ്ങയ്ക്ക് മധുരം ഉണ്ടെങ്കിലും പഞ്ചസാരയും കൂടി ആക്കിയിട്ട് കഴിക്കുമ്പോഴില്ലേ ഭയങ്കര ടേസ്റ്റാ. വെയിലടിച്ചു തുടങ്ങിയപ്പോൾ വേണ്ട മാങ്ങ കൂടിയും കാണാനില്ല. കണ്ണ് കാണാത്ത പോലെയാ മാങ്ങ പൊട്ടിക്കേണ്ടി വരുന്നത്. അതേപോലെയാ. പിന്നെ നോക്കിയേ നമ്മുടെ പേളിക്കുട്ടിയുടെ കിടപ്പ് കാട്ടിയാലാട്ടാ. പേളിക്കുട്ടിക്ക് അറിയാലോ, നമ്മുടെ പറമ്പിൽ വന്ന് ഇപ്പം പെട്ടെന്നൊന്നും പൂലിയാണ് കേട്ടാ. നമ്മുടെ ചോളത്തിൻ്റെ ഇടയിലാണ് കിടക്കുന്ന ആൾ. പോയിട്ട് നോക്കിയേ, നല്ല ഉറക്ക. ഒരു അന്തം കുന്തും ബോധമില്ലാത്ത പോലെ തുറക്ക അവളുടെ. നമ്മൾ പോകുമ്പോൾ ഇനി വിളിച്ചുകൊണ്ട് പോകണം. അവളങ്ങനെ കിടന്നുറങ്ങും. കണ്ണ് കാണാണ്ട്. പക്ഷേ ആയിട്ടാ എനിക്ക് മാമിക്ക് നോക്കുമ്പോൾ ഒരു കണ്ണും കാണുന്നില്ല. നമ്മൾ ഉച്ച തിരിഞ്ഞ് വന്നിട്ട് മാങ്ങ പൊട്ടിക്കാറ്. ഇന്നിപ്പോൾ ഞങ്ങളിതാ എന്താ പറയുക, വൈകിട്ടാകുമ്പോഴേ വേറെയുള്ള കുറേ കാര്യങ്ങൾ നടക്കില്ല. അപ്പം ഇന്ന് ആ ചോറിന് കഴിഞ്ഞ് വഴിക്ക് ഇറങ്ങാൻ കാരണം അതാ. അപ്പം ഇത്രയും മാങ്ങ നമ്മൾ പൊട്ടിച്ചു. ഇനി ഇതിൽ അർബാനയിൽ വേണമെങ്കിൽ ഒരു കൊട്ടം കൂടി ഇടാം. പക്ഷേ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് കൊഴിഞ്ഞു പോവും. അപ്പോൾ ഇത്രയും ഇന്ന് പൊട്ടിച്ചിരിക്കണല്ലോ. ഇനി അതേപോലെ തന്നെ നാളെ മറ്റൊന്ന് നോക്കി വന്ന് ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. നാശമാക്കി ഒന്നും കളയില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തോന്നുന്നു ഇത്രയധികം മാങ്ങ നിങ്ങൾ എന്ത് ചെയ്യുന്നു. എന്തായാലും നമുക്കറിയാം, നമ്മുടെ അടുത്ത് പൊട്ടിക്കുന്ന പച്ചക്കറികളായാലും എന്ത് സാധനം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റണത്. ആകെ ഞങ്ങൾ 3 പേരുള്ളൂ വീട്ടിൽ. മൂത്ത മകനാണെങ്കിൽ ഇവിടെ ഇല്ല. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ 4 പേരെ കൊണ്ട് എന്തായാലും ഇത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല എന്നറിയാമല്ലോ. ഇതെല്ലാം അത് ഞങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ നമ്മുടെ അടുത്ത സാധനങ്ങളെല്ലാം എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം വീഡിയോയിൽ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കെന്നും അവരെ കാണിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു വരില്ലല്ലോ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ ഇത് എത്തുന്നുണ്ട് കേട്ടോ.
ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് വന്ന് കമൻറ്റ് നിങ്ങൾക്ക് ആരെങ്കിലും പണിക്കാരെ നിർത്തിവിടെയാണ്. പക്ഷെ ഒരു പണിക്കാരെ നിർത്തിയാലും നമ്മൾ ആ ചെയ്യുന്ന ആ ഒരു ഭംഗിയോ സംതൃപ്തിയോ ഞങ്ങൾക്ക് കിട്ടണില്ല. കാരണം നമ്മൾ അവരെ കൂടെ നിന്നിട്ട് അത് ചെയ്ത് അപ്പോഴും പറയേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ പറമ്പ് മാക്സിമം വൃത്തിയാക്കിയിടുക. അതായത് പുല്ലും കാടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വൃത്തിയാക്കിയിടുക. നോക്കുമ്പോൾ തന്നെ അറിയാം മാക്സിമം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ ഉള്ള സ്ഥലങ്ങൾ മാക്സിമം ഉപയോഗിക്കാനുള്ളതാണ് നോക്കണേ. കാരണം കാട് പിടിച്ചിടാണ്ട് അപ്പോൾ അങ്ങനെ നടണു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വർഷം മുന്നൊക്കെ ഞങ്ങൾ ചെയ്തിരുന്ന കൃഷി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള കുറേശ്ശെ വയ്ക്കണുള്ളൂ. അന്ന് ഞങ്ങൾക്ക് ഇത്രയും വൃക്ഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വയ്ക്കാനേ പറ്റിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു 50 സെൻറ്റ് സ്ഥലമായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഭാഗം വെച്ച് അങ്ങനെ 2-3 പേരുടെ കൈകളിലേക്ക് പോയി. അപ്പോൾ മുന്നേ ഈ 50 സെൻറ്റ് സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുന്ന സമയത്ത് പോലും നമ്മൾ അതിൽ ഫുൾ വാഴ ഷായേട്ടൻ തന്നെ കളച്ച് ഫുള്ള് വാഴ വെച്ചിട്ടുണ്ട്. അന്ന് ഷായേട്ടൻ ഇതേപോലെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പോൾ പണിസ്ഥലത്ത് മാക്സിമം ടൈം ഉണ്ടാവും. അന്ന് അങ്ങനെയല്ല, പുറത്തേക്ക് പോകുന്ന ടൈമായിരുന്നു, കടയിലേക്കൊക്കെ പോകുന്ന ടൈമാണ്. അപ്പോൾ രാവിലെ ഷായേട്ടൻ ഇത് കഴിഞ്ഞ് എന്താ പറയുക ഒരു 7-8 മണിയാകുമ്പോഴേക്ക് ഷായേട്ടൻ പോവും. പിന്നീട് ആ ഒരു ഞായറാഴ്ച ദിവസങ്ങൾ കിട്ടുന്നതിലാണ് തന്നെ കുഴി കുത്തി ഇതേപോലെ ഈ 50 സെൻറ്റ് സ്ഥലത്ത് ഫുള്ള് വാഴ വെച്ചിട്ടുള്ളത്. ആ വാഴ ഫുള്ള് ഞാൻ അതൊരു 15 വർഷം മുന്നാണ് കേട്ടോ ആലോചിക്കണം. ആ സമയത്ത് മക്കളൊക്കെ ചെറുതാണ്. അവർ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഞാൻ തലയിൽ തോർത്തുമുണ്ട് കെട്ടിയിട്ട് ഇവിടെ ഫുള്ള് നനയ്ക്കാൻ നിന്നിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ അത്ര ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അത്ര ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മളെ ഈ കൃഷി കാര്യങ്ങൾ. ഇതിൽ നിന്ന് കിട്ടുന്ന വിളവ് പോലും നമ്മളിത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് പോലും അതിൽ ഞങ്ങളുടെ ഒരു സന്തോഷം ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് എത്ര പൊട്ടിക്കണുള്ളൂ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കാനുണ്ട്. രാവിലെ വന്ന് നമ്മൾ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് കൊണ്ടുപോയി കൂടിയിട്ട് ഇപ്പോൾ ചീരയുണ്ട്, പിന്നെ നമ്മുടെ ചാമ്പക്കായ പഴുത്ത് വെക്കുന്നുണ്ട്, അതേപോലെ പിന്നെ എന്നിട്ടൊരു സാധനം കൂടി ഇങ്ങനെ പറിക്കണതുണ്ടായിരുന്നല്ലോ, കയ്പക്കായും. അപ്പോൾ ഇതുകൊണ്ട് പൊട്ടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്പക്കായ പൊട്ടിക്കാം കേട്ടോ. എന്തിനും നല്ല കയ്പക്കായ. അത് ഞാൻ എല്ലാ വീഡിയോയിലും കയ്പക്കായ പൊട്ടിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ. ആദ്യം പൊട്ടിക്കാളവരെ കവർ ആദ്യം ഉരുടെടുക്കണേ. അയ്യോ ഇത് പൊട്ടിപ്പോന്നു. അപ്പോൾ ഒരെണ്ണം പൊട്ടിപ്പോന്നു കവറുകൾ. പിന്നെ നമ്മളിവിടെ തന്നെ വെക്കും. അപ്പോൾ ഇത്രയും കയ്പക്കായായിട്ട് പൊട്ടിക്കണേ. ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ ദേ നോക്കിയേ എന്ത് ഭംഗിയാ. നോക്കി നമ്മുടെ കയ്പക്കായണ്ടാ. ഇനി നമ്മുടെ ചാമ്പക്കായ പൊട്ടിക്കാം. അപ്പോൾ നോക്കിയേ നമ്മുടെ താഴത്ത് നിൽക്കുന്ന ആ ചാമ്പക്കായും പൊട്ടിക്കാറായി. ഞാനൊരു വീഡിയോയിൽ നമ്മൾ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഇത് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ താഴെയാണ് അടുത്ത ദിവസം പൊട്ടിക്കാറാവുന്നത്. കണ്ട പൊട്ടിക്കാറായിട്ടാ. അയ്യോ കോഴി തുടങ്ങി. പൊട്ടിക്കട്ടെ. നോക്കിയേ. അപ്പം നോക്കിയേ നമ്മുടെ ചാമ്പക്കായും കയ്പക്കായും രണ്ടും കൂടി ഇരിക്കണേ ഒരു ഭംഗി. നോക്കിയേ അയ്യോ എന്ത് രസാ. ഒരു കൊല്ലം കൂടി ഉണ്ടാവും. പൊട്ടിക്കട്ടെ ഏട്ടാ. മുകളിൽ നിന്നിരുന്നതാ. ഇനി നമ്മുടെ ചീരയും കൂടി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കും കൊണ്ട് വീട്ടിൽ പോവാം കേട്ടാ. അയ്യോ കത്തിയെടുക്കട്ടെ.
അതെ, നമ്മുടെ ചീരലിനേക്കാളും മുന്നുണ്ടല്ലോ നമ്മുടെ പുതിയ മുളകും തൈമേ മുളകൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പഴുത്ത മുളക് അപ്പാപ്പ വേഗം പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ ആ തൈ അങ്ങനെ തന്നെ നാശമായി പൂട്ടാ. ആരെങ്കിലും അങ്ങനെ മുളകും തൈകളൊക്കെ വെക്കണമെങ്കിൽ ആ കാര്യം ശ്രദ്ധിച്ചോളൂ. പഴുത്ത് മുഴുവൻ നിർത്തിയിട്ട് നിൽക്കരുത്. പഴുക്കെടുത്ത് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്കത് ഒത്തിരി മുളകുണ്ട് പൊട്ടിക്കാനായിട്ട്. അതുകൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ചീരരി കേട്ടാ. ഇതാ കണ്ടോ, നമ്മുടെ കിഴക്കമുളക് നന്നായിട്ട് ഉണ്ടാവണതാണ്. അപ്പോൾ അത് ആദ്യം ഉണ്ടായി ഒരു പഴുക്കാണേ. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കട്ടെ. സൂക്ഷിച്ച് പൊട്ടിക്കണം. എന്താണെങ്കിൽ ഇതിൻ്റെ ചില്ലകൾക്ക് ഭയങ്കര കനം കുറവാണ്, പെട്ടെന്ന് ഒടിയും. അപ്പോൾ നോക്കിയേ, ദേ ഇന്ന് റെഡാണ് താരം. അപ്പോൾ എത്രയും മുളകും പൊട്ടിച്ചു. ഇനി നമ്മുടെ ചുവപ്പ് ചീര അരിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകട്ടാ. എവിടെ എൻ്റെ പേളിക്കുട്ടി? പേളിക്കുട്ടി ഇതിൻ്റെ ഇടയിൽ എനിക്ക് പോയിട്ടാ. ഞാൻ പറഞ്ഞില്ല, ഇവള് പണ്ടത്തെ പോലെ അല്ലേ ചൂട് കൊണ്ട് കിടക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഇതോടെ ഇരിക്കട്ടെ. നമ്മുടെ ചീര അരിയാം. നമ്മുടെ ഈ ചുവപ്പ് ചീരയാണ് നമ്മൾ അരിയണേ. ഇത് ഈ ഒരു ഞാൻ പറയാറുണ്ട്, ചുവപ്പ് ചീര ഒരു കൃത്യ ടൈമുണ്ട്. ആ ടൈമിൽ അരിഞ്ഞില്ലെങ്കിലേ പെട്ടെന്ന് കതിര് വരും. അതല്ലെങ്കിൽ കുറേ നാൾ നമുക്ക് കതിര് വരാണ്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കാം. അതേത് ചീരയിലും അങ്ങനെ തന്നെയാട്ടാ. ഇങ്ങനെ ചുവപ്പ് ചീര അരിയുമ്പോഴില്ലേ പെട്ടെന്ന് നമുക്ക് അരിയാൻ കിട്ടുന്ന പോലെ തോന്നും. കാരണം വേഗം എന്താ പറയുക, പൊടിപ്പുകൾ പെട്ടെന്ന് വലുതായി വരുന്ന പോലെ. പിന്നെ നമ്മൾ ഈ ചീരക്ക് ഇട്ട് കൊടുക്കണത് പച്ചച്ചാണം നന്നായിട്ട് കലക്കി ഒഴിക്കൂട്ടാ. നല്ല വളർച്ചയാണ്. അല്ലെങ്കിൽ പിന്നെ ഗോമൂത്രം കിട്ടാണ്ടെങ്കിൽ അതാണെങ്കിൽ ഏറ്റവും നന്നായി. എനിക്കിവിടെ അടുത്തൊരു ചേച്ചി തരുമേ ഗോമൂത്രം. നമ്മൾ പാൽ പഠിക്കുന്ന വീട്ടിൽ ചേച്ചി തരും. എല്ലാ ആഴ്ച ഞാൻ ഓരോ ബക്കറ്റ് കൊണ്ടുവരും, നല്ല ഫ്രഷ് ഗോമൂത്രം. അത് നമുക്കിങ്ങനെ ഒരു ബക്കറ്റ് ഗോമൂത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു നമ്മൾ 5-8 ഇരട്ടി വെള്ളം ഒഴിക്കും. എന്നിട്ടാണ് ഇവർക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം അത്രയും ഫ്രഷ് ഗോമൂത്രമായി. കാരണം അത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടാ. അപ്പോൾ ഇത് ഇത്രയും ചീര അരിഞ്ഞു. ഇനി ചീര അരി നമുക്ക് വീട്ടിലവിടെ ഇവിടെ ഉണ്ട് അരിയാനായിട്ട്. പക്ഷെ ഇന്നിപ്പോൾ നമ്മളിത് എത്ര അരിയണുള്ളൂ. നമ്മൾ വീട്ടിൽ പോവാട്ടാ. പിന്നെ മാങ്ങ പൊട്ടിക്കണ ദിവസം ഷായിട്ടുള്ള ദിവസമാണെങ്കിൽ ഷായട്ടൻ തന്നെയായിട്ട് ആർമാനതല്ല. കാരണം ഭയങ്കര വെയിറ്റ് അല്ലേ. മറ്റേത് ഞാനേ സ്കൂട്ടർ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പം അതൊന്ന് അതെടുത്തിട്ടില്ല. നടന്നോ? അങ്ങനെ നമ്മൾ വീടെത്തി. പക്ഷെ ഒരു കാര്യം മറന്നു കേട്ടോ ഷായിട്ടാ. അറിയോ, വെള്ളിയേച്ചിക്ക് ചീരയും കയ്പക്കായും കൊടുക്കണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ടില്ല. ഞാൻ കൊണ്ടുകൊടുത്തിട്ട് പോരെ. 2 കയ്പക്കായും ചീരയും കൂടി എടുക്കട്ടെ. പേളിക്കുട്ടി, ഞാൻ ഇട്ടണേക്കാളും മുന്നേ നീ ഇങ്ങോട്ട് ഓട്ട് വന്നൂല്ലേ, നോക്കി നടന്നോളട്ടെ. പേളിക്കുട്ടി, പുതിയ സാധനങ്ങളൊക്കെ മുളച്ച് വരണ്ടേ, അതൊന്നും ചവിട്ടരിക്കോ. ഇവളിങ്ങനെ കിടന്ന് ഓട്ടേ. അപ്പം നമ്മളിപ്പോൾ ചോളം നട്ടതൊക്കെ ചിലപ്പോൾ അവൾ അറിയാണ്ട് ചവിട്ടിപ്പോവും. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയർ നട്ടത് കാണിച്ചു. 2 ഇല വന്നപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയേ, ഈ ഒരു വളർച്ച കണ്ടോ, ഇതേപോലെ ഇപ്പം 2 ഇലയ്ക്ക് ഇങ്ങനെ നീണ്ടതാ. 3ാമത്തെ കൂമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു വളർച്ച വരുന്ന സമയത്താണ് നമ്മൾ ഇവർക്ക് വെണ്ണീരിട്ട് കൊടുക്കും. വെണ്ണീർ മാത്രമാണ് നമ്മുടെ പയറിന് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യം കണ്ടോ, ഇതാണ് ഇവള് ഇങ്ങോട്ട് ഇറങ്ങ് ഇതിൽ വെണ്ണീർ കണ്ട, ഇതാണ്, വേറെ ഒന്നല്ല. ഓക്കെ, സമാധാനം. ഇവളിങ്ങനെ പാഞ്ഞ് നടക്കും, ഒക്കെ ചവിട്ടി ഓടിക്കും അവള്. അപ്പോൾ നമ്മുടെ പയറിൻ്റെ ഇടയിൽ നോക്കിയാൽ ഇങ്ങനെ വെണ്ണീരിട്ട് കൊടുക്കും. കട തൊടാതെയാണ് നമ്മൾ വെണ്ണീരിട്ട് കൊടുക്കുക. ഇപ്പോൾ പയർ നട്ട് അതിൻ്റെ കൂടെ തന്നെ മുളച്ച് വരുന്നുണ്ട് ചീരകൾ ഇഷ്ടം പോലെ. ഈ പയറിൻ്റെ ഇടയിൽ കാണുന്നതൊക്കെ ചീരത്തൈകളാണ്. പുല്ലുംകട ഉള്ളത് നമ്മളിങ്ങനെ കളയണം കേട്ടോ. പുല്ലുംകട ഒരിക്കലും നിർത്തരുത്, കളപ്പുല്ല്. എന്നിട്ട് ഇതേപോലെ കട തൊടാതെ ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ടു തരം പയറാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അതിപ്പോൾ എനിക്ക് ഷായേട്ടനാണ് എനിക്ക് മണ്ണ് നമ്മുടെ പയറിൻ്റെ കടക്കിലൊക്കെ മണ്ണ് ഇട്ട് തരാറ്. പക്ഷെ നമുക്കിത് ഇടാവുന്നതുള്ളൂ കേട്ടോ. മണ്ണ് ചെറുതായിട്ട് ഇതേ തടത്തിന്ന് ഞാൻ ചെയ്യാറുള്ളത് തന്നെയാണ്. അപ്പോൾ കുറേ പേര് നമുക്കതിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ കുറച്ച് മണ്ണ് നമ്മളിങ്ങനെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ചെയ്യാൻ വേണ്ട, നമുക്കതിലും ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. കാരണം പയറൊക്കെ എപ്പോഴും തടത്തിൽ നടന്നതാണ് നല്ലത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ വെള്ളം ഇങ്ങനെ കടക്കി കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതേപോലെ ചാല് പോലെ ഇങ്ങനെ കോരി മണ്ണെടുത്ത് കിട്ടാൻ മതി. ഇപ്പുറത്തെ നനച്ചിട്ട് ചെളിയായിട്ട് നിൽക്കുക. അപ്പം അങ്ങനത്തെ മണ്ണ് കോരിയുടെ ഇത്തിരി ബുദ്ധിമുട്ടാണേ. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് മണ്ണ് കോരി ഇങ്ങനെ ഇടയിൽ കിടക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു തടത്തിലിട്ട് കഴിഞ്ഞു. ഇനി ഈ ഒരു തടം കൂടി ഇരട്ടെ. അപ്പോൾ അവിടെ കുറച്ച് മണ്ണ് കിടക്കുന്നുണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടിരട്ടെ. അപ്പോൾ നോക്കിയേ, പയറിന് മണ്ണിടൽ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ സിമ്പിളായ പണികളായിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോളം നടണത്. ഇതേ ചോളം നട്ടു, ഇത് കണ്ടോ മുള വന്നു തുടങ്ങി. ഇത് കണ്ടോ ചെറുതായിട്ട് ഇലയും ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേലിക്കുട്ടി ഓടിപ്പോയിട്ടാണ് ഇതൊക്കെ കുഴിച്ച് നോക്കുന്നത്. ഇതിലൊക്കെ ഉണ്ട് കേട്ടാ. ദേ അവളുടെ പണിയാണ് ഈ ഓട്ടം. ദേ ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ അല്ലേ കണ്ട. അപ്പം ഇനി അടുത്തത് ചോളം കുറച്ച് പൊന്തി വരുമ്പോൾ എന്താണ് ചോളത്തിന് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ എല്ലാത്തിനും എന്താ ചെയ്യണമെന്ന് കൃത്യം കാണിക്കേണ്ടിട്ടാ, കാണിക്കുകയും ചെയ്യാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും വിട്ടുപോവില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പേലിക്കുട്ടി കഴിഞ്ഞു, നീ വരുന്നില്ലേ വീട്ടിലേക്ക്? പറമ്പിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. വരുന്നില്ലേ? വയ്യോ എണീക്ക് വാ.